ഒരു റിലേഷൻഷിപ്പിൽ കോമ്പാക്റ്റബിലിറ്റി അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്നതിനേക്കാളും സ്ട്രഗിൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് രണ്ട് ആളുകൾ അവരുടെ അൺഹീൽഡ് വോൺസുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. പലരും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ പോലും അറിയാതെ ഒരു സീക്രട്ട് എക്സ്പെക്റ്റേഷൻ കൂടെ കൊണ്ടുവരുന്നുണ്ട്. തൻ്റെ പാസ്റ്റിൽ നടന്നിട്ടുള്ള വോൺസിനെ തൻ്റെ പാർട്ട്ണർ ഹീൽ ചെയ്ത് തരും, അല്ലെങ്കിൽ തൻ്റെ പാസ്റ്റിൽ എന്താണോ തനിക്ക് കിട്ടാത്തത് അത് തൻ്റെ പാർട്ട്ണറിൽ നിന്ന് കിട്ടും. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പാർട്ട്ണറാണ് നടത്തി തരിക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. ഇതുകൊണ്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് അത് പല ആർഗ്യുമെൻറ്റ്സിലേക്ക് എത്തിപ്പെടും. അതുപോലെ തന്നെ ഷൗട്ടിങ്, കൺട്രോളിങ്, ഇമോഷണലി അവൈലബിൾ അല്ലാത്ത അവസ്ഥ. സോ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെ ഹീൽ ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും നിങ്ങളെടുത്താണുള്ളത്. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങൾ എന്നാണോ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കൊടുക്കാൻ റെഡി ആവുന്നത്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത്, ആ സമയത്താണ് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ എൻ്റയർ ലൈഫിൽ നിങ്ങൾക്ക് ആ ചേഞ്ചസ് കാണാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റും, നിങ്ങളുടെ പാരൻറ്റിങ്ങിൽ കാണാൻ പറ്റും. നിങ്ങൾ ഏതൊക്കെ റോളുകളാണോ നിങ്ങളുടെ ലൈഫിൽ കൈകാര്യം ചെയ്യുന്നത് അതിലൊക്കെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വിസിബിൾ ആവാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വി ക്യാൻ ഡിസ്കസ് മോർ സച്ച് തിങ്സ്. താങ്ക് യു.